ബിൻചേട്ടൻ നിർത്ത്. ഇനി മേലെ ഇത് പറഞ്ഞോണ്ട് വരരുത്. എനിക്കൊരു ഭർത്താവും കൊച്ചുള്ളതാ. രേവതി, എന്ത് ബിൻചേട്ടാ? ഞാൻ രേവതിനെ കാണാൻ വന്നതാ. എന്തേ? അനിലേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ? ഇല്ലില്ല, അതൊന്നല്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് രേവതിയുടെ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ? ടെൻഷൻ ഒന്നും അടിക്കണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് എനിക്ക് രേവതിനെ ഇഷ്ടമാണ്. കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ട്. രേവതി സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ കെട്ടിക്കോളാം. പൊന്നു പോലെ നോക്കാം ഞാൻ. ചേട്ടൻ എന്തൊക്കെയാ പറയണേ? ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? രേവതി എനിക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ആകെ അമ്മയുടെ സമ്മതം മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് 100 വട്ടം സമ്മതമാണ്. ഇനി രേവതിയോട് സമ്മതിച്ചാൽ മതി. ബിൻചേട്ടൻ നിർത്ത്. ഇനി മേലെ ഇത് പറഞ്ഞോണ്ട് വരരുത്. എനിക്കൊരു ഭർത്താവും കൊച്ചുള്ളതാ. രഞ്ജിത്ത്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കടാ. എടാ, അതെ, ഒരു കല്യാണം കഴിഞ്ഞ യുവതിയെ കല്യാണം കഴിയാത്തൊരു യുവാവ് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അവിഹിതമാവോ? എന്തുട്ടാ വീതം? അതൊക്കെ ചുമ്മാ ആൾക്കാർ മനസ്സമാനത്തിൽ പറഞ്ഞുണ്ടാക്കണല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിലേ, നമ്മൾ ആഗ്രഹിച്ച ജീവിതം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടുന്ന ജീവിതം നേടി നമ്മൾ പോകും. അതിന് അവിഹിതം എന്നൊക്കെ പറഞ്ഞ് കൊച്ചാക്കണത് എനിക്കിഷ്ടമല്ല. ആണല്ലേ? എടാ, അങ്ങനെയാണെങ്കിലേ എനിക്ക് എൻ്റെ പെങ്ങളെ ഇഷ്ടമാണ്.